Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഹോം മെയ്ഡ് ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാനും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫോണ്ടൻറ്റ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ല റേറ്റാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ സാധാരണ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഈ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫോണ്ടൻറ്റാണ് കേക്കിന് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്ത കുറച്ച് കേക്ക്സിൻ്റെ വീഡിയോസും ഫോട്ടോസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ജെലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ജെലാറ്റിൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫോണ്ടൻറ്റിലേക്കുള്ള ലിക്വിഡ് ഗ്ലൂക്കോസ് തയ്യാറാക്കാം. ഞാൻ ഓൾറെഡി ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലും ആ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഗ്ലൂക്കോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ലിക്വിഡ് ഗ്ലൂക്കോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്ട്രിങ് കൺസിസ്റ്റൻസി കിട്ടണ വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നൂല് പരുവത്തിൽ കിട്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നൂൽ പരുവത്തിൽ നമുക്കിത് കിട്ടണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് പോയാൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇനി ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു മാർഗം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒരു ബൗളിലോ ഗ്ലാസ്സിലോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇറ്റിച്ചിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് അതിൽ നിന്ന് ഇങ്ങനെ വേറിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ നിന്ന് നമുക്കിങ്ങനെ വേറിട്ടിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജെലാറ്റിന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ബൗൾ ഞാൻ ആ വെള്ളം തിളച്ചിട്ടുള്ള പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഷോർട്ടനിങ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/3 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/3 കപ്പ് ലിക്വിഡ് ഗ്ലൂക്കോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലതും കൂടിയിട്ട് നമുക്കൊരു ലിക്വിഡ് ഫോമിലാണ് കിട്ടേണ്ടത്. നമ്മളിപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അടിയിലുള്ള വെള്ളം നല്ല ചൂട് വേണം. ആ ചൂടിൽ വേണം ഇതൊക്കെ മെൽറ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ വെള്ളം ചൂട് പോയാൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മെൽറ്റ് ആയിട്ട് ലിക്വിഡ് ഫോമിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോണ്ടൻറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 2 കപ്പ് ഐസിങ് ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ CMC പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് CMC പൗഡർ, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, അതിന് പറയണതാണ് CMC പൗഡർ. അതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബോട്ടിലിൽ നമുക്ക് ഈ CMC പൗഡർ മേടിക്കാൻ കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗറിൽ കട്ടകളൊക്കെ ഉണ്ടാവും, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഐസിങ് ഷുഗർ ഇതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കിലൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല, ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിലാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ലിക്വിഡ് ഫോമിലുള്ള ബാറ്റർ ഫുള്ളായിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല, കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കും, ഇത് എങ്ങനെയായാലും കയ്യിൽ കുറച്ച് ഒട്ടലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് കോൺഫ്ലവറും പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിൽ ഒട്ടൽ കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ കോൺഫ്ലവർ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ചധികം നേരം തന്നെ ഇത് കുഴച്ചെടുക്കേണ്ടി വരും, അപ്പോഴാണ് ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി, ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വലിക്കുമ്പോൾ പൊട്ടി പോവാതെ ഇതുപോലെ ഇങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ ഫോണ്ടൻറ്റ് റെഡിയായി എന്നാണ് അർത്ഥം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം നേരം തന്നെ കുഴച്ചെടുത്താലാണ് ഇതുപോലെ കിട്ടുള്ളൂ നമുക്ക്. ഇനി ഇത് നമുക്ക് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു 24 മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കോൺഫ്ലവറും കൂടി പുരട്ടിയതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പിൽ കവർ ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ബോക്സിലോ വെച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കരുത്, ഫോണ്ടൻറ്റ് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഫോണ്ടൻറ്റ് നമുക്ക് ഒരു 6 മാസത്തോളം തന്നെ കേടാവാതെ കിട്ടും. നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കരുത് കേട്ടോ, 6 മാസത്തോളം കേടാവാണ്ടിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് സൂക്ഷിക്കരുത്. ഫോണ്ടൻറ്റ് ഫ്രിഡ്ജിലേക്ക് കയറ്റണ്ട, ഇത് പുറത്ത് തന്നെ ഒരു 6 മാസത്തോളം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ബോക്സിലോ വെച്ചിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിലിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ അതെ, ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കേക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഒരു സ്പൈഡർമാൻ കേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് റെഡ് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരത്തിയിട്ട് ഒരു സ്പൈഡർമാൻ്റെ ഫേസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്, കാരണം വീഡിയോ എടുക്കുമ്പോൾ സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, പകുതി വരെ വീഡിയോ എടുത്ത് വെച്ചതല്ലേ, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്താൽ വീണ്ടും നമ്മൾ കോൺഫ്ലവറും സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം.
അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഇട്ടിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കുട്ടി, ടെഡി ബിയർ, ബോൾസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ ഇങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള സോഫ്റ്റ് ഡോയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത് ഈ ഒരു ടെഡി ബിയറിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പരീക്ഷണം നടത്തിയത് ഈ ടെഡി ബിയറിലാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാതെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത് പുറത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ മോന് ആദുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് പുറത്തേക്ക് തന്നെ ആദ്യം തന്നെ പരീക്ഷണം നടത്തിയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണ്ടൻറ്റ് ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഡിസൈൻസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഇതുപോലത്തെ ഫോണ്ടൻറ്റ് കട്ടേഴ്സൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പല ഡിസൈൻസിലുള്ള ഫോണ്ടൻറ്റ് കട്ടേഴ്സ് നമുക്ക് ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഫോണ്ടൻറ്റ് കട്ടേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഷേപ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ കുക്കീസ് കട്ടറും വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് കുഴച്ച് വെച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കില്ലേ, എന്നിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കളർ ചേർത്ത് കൊടുക്കുക. കളർ ചേർത്തിട്ട് നമ്മൾ കോൺഫ്ലവറും സൺഫ്ലവർ ഓയിലും ഒക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ നമ്മളിതിൽ കളർ യൂസ് ചെയ്യുമ്പോൾ ജെൽ കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കേക്ക്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.